ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ഇന്ത്യയിലെ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനി സേഫ്റ്റിയുടെ കാര്യത്തിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആൻഡ് നമ്മൾ അവരുടെ ഏത് വാഹനം എടുത്താലും അറ്റ്ലീസ്റ്റ് 4 അല്ലെങ്കിൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഒക്കെ തീർച്ചയായും അവരുടെ വാഹനങ്ങൾക്ക് കിട്ടിയിട്ടുമുണ്ട്. അതിപ്പോൾ എല്ലാ കാലത്തെയും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം. കാരണം 2017 2018 ഒക്കെ ആയിട്ട് നെക്സോണിൻ്റെ ക്രാഷ് ടെസ്റ്റ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം 4 സ്റ്റാർ കിട്ടിയെങ്കിലും അത് കഴിഞ്ഞ് 2018 ക്രാഷ് ടെസ്റ്റിൽ നെക്സോണിൻ്റെ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടി. ഇന്ത്യയിൽ തന്നെ 5 സ്റ്റാർ റേറ്റിംഗ് ആദ്യമായിട്ട് ഒരു ക്രാഷ് ടെസ്റ്റ് നടത്തിയ വാഹനത്തിൽ നിന്ന് കിട്ടിയ വാഹനമായിരുന്നു നെക്സോൺ. അതിനുശേഷം പിന്നീട് നമ്മുടെ മഹീന്ദ്രയുടെ കുറച്ച് വണ്ടികൾ വന്നു. അതുപോലെ ടാറ്റയുടെ ആയിരുന്നു എപ്പോഴും ഭയങ്കര വലിയ മാർക്കറ്റിംഗ് ക്യാമ്പയിനൊക്കെ ഉണ്ടായിരുന്നു ഈ 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ടാറ്റ അൾട്രോസ് ഇറക്കിയപ്പോൾ 5 സ്റ്റാർ കിട്ടി, പഞ്ച് ഇറക്കിയപ്പോൾ 5 സ്റ്റാർ കിട്ടി. ആൻഡ് ഈ അടുത്ത് പിന്നെ നമ്മുടെ ഭാരത് എൻക്യാപ്പിൻ്റെ പരിപാടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ടാറ്റ അവരുടെ ഹാരിയറും സഫാരിയുടെയും ഫേസ് ലിഫ്റ്റ് വേർഷൻസ് ക്രാഷ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അതിനും 5 സ്റ്റാർ കിട്ടി എന്ന് തന്നെ നമുക്ക് തീർച്ചയായും പറയാൻ പറ്റും. ആൻഡ് അത്യാവശ്യം നല്ല പോയിൻറ്റ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും പോരാതെ ജസ്റ്റ് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ പുതിയ ഫേസ് ലിഫ്റ്റ് നെക്സോൺ ടാറ്റ ഗ്ലോബൽ എൻക്യാപ്പിൽ ക്രാഷ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഗ്ലോബൽ എൻക്യാപ്പിൽ ഇവർ തിരിച്ചു കൊണ്ട് കൊടുത്തതെന്ന് എനിക്കറിയില്ല. കാരണം ഭാരത് എൻക്യാപ്പ് വന്ന സമയത്ത് ഗ്ലോബൽ എൻക്യാപ്പ് പറഞ്ഞത് ഞങ്ങൾ ഇനി വണ്ടികളൊന്നും ക്രാഷ് ടെസ്റ്റ് ചെയ്യില്ല, ഭാരത് എൻക്യാപ്പ് ആയിരിക്കും ഇന്ത്യയിലെ വണ്ടികളൊക്കെ ചെയ്യാൻ പോകുന്നത് എന്നാണ്. പക്ഷേ അഗെയിൻ ടാറ്റ ഒരു സ്പോൺസേഡ് ക്രാഷ് ടെസ്റ്റ് പോലെ നമ്മുടെ ഗ്ലോബൽ എൻക്യാപ്പിൽ പിന്നെ നെക്സോൺ ഫേസ് ലിഫ്റ്റ് കൊണ്ട് കൊടുത്തു. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. മറ്റേ ഭാരത് എൻക്യാപ്പിൽ തന്നെ കൊടുത്താൽ മതിയായിരുന്നു. കാരണം നമ്മുടെ ഹാരിയറും സഫാരിയും ഓൾറെഡി അവരവിടെ കൊടുത്ത് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വാഹനങ്ങളായിരുന്നു. എനിവേ കുഴപ്പമില്ല. കാരണം ഗ്ലോബൽ എൻക്യാപ്പ് ആണെങ്കിലും കുറച്ച് കാലം മുമ്പേ, ഏകദേശം 1 വർഷം മുമ്പേ നമ്മുടെ വെർട്ടസും ടൈഗോണും അങ്ങനത്തെ വണ്ടികളൊക്കെ അവർ ക്രാഷ് ടെസ്റ്റ് ചെയ്തതാണ്. അതിനൊക്കെ നല്ല റേറ്റിംഗ് കിട്ടിയതായിരുന്നു. 5 സ്റ്റാർ റേറ്റിംഗ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ആൻഡ് പോയിൻറ്റ്സിൻ്റെ നിരയിൽ നമ്മൾ നോക്കുകയാണെങ്കിലും വളരെ ഹൈ ആയിരുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ ആ ഒരു പോയിൻറ്റിനെയൊക്കെ ഓവർടേക്ക് ചെയ്താണ്. അതായത് വെർട്ടസിനായിരുന്നു ക്രാഷ് ടെസ്റ്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ഹൈ പോയിൻറ്റ്സ് കിട്ടിയിരുന്നത്. അതിനെ ഓവർടേക്ക് ചെയ്താണ് ഇപ്പോൾ നമ്മുടെ പുതിയ നെക്സോൺ ഫേസ് ലിഫ്റ്റ് മുന്നേറിയിരിക്കുന്നത്. എനിവേ നമ്മുടെ ഇന്നത്തെ സംഭവം എന്ന് പറയുന്നത് നെക്സോണും ഹാരിയറും അല്ല, പുതിയ ടിയാഗോ ടിഗോറാണ്. അതിൽ ഈ വാഹനങ്ങളുടെ സേഫ്റ്റിയെ പറ്റിയാണ് ടാറ്റ ഇപ്പോൾ തന്നെ പറയുന്നത്. അതായത് പുതിയ ജനറേഷൻ ടിയാഗോ ടിഗോർ വരുന്ന സമയത്ത് ഞങ്ങൾ അതിൻ്റെ സേഫ്റ്റി ഇനി ഇമ്പ്രൂവ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇപ്പം ടാറ്റയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവരുടെ ത്രൂ ഔട്ട് റേഞ്ചിലുള്ള വണ്ടികളെല്ലാം 5 സ്റ്റാർ സേഫ്റ്റി റേറ്റഡ് ആക്കുക എന്ന് പറയുന്നതാണ്. ഇപ്പം നമുക്കറിയാം അവരുടെ എല്ലാ വണ്ടികളും, ഒട്ടുമിക്ക എല്ലാ വണ്ടികളും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റഡ് ആണ്, എക്സെപ്റ്റ് നമ്മുടെ ടിയാഗോ ടിഗോർ. ഈ 2 വണ്ടികൾ മാത്രമാണ് 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗിൽ നിൽക്കുന്നത്. വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 2 വണ്ടികൾ ക്രാഷ് ടെസ്റ്റിന് അവർ കൊടുക്കുകയാണെങ്കിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നാമത്തെ റീസൺ ഇതിനകത്ത് ESC ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഇല്ല. രണ്ടാമത്തെ റീസൺ ഇതിൻ്റെ അകത്ത് 6 എയർ ബാഗ്സ് ഇല്ല. അങ്ങനെ പ്രശ്നങ്ങൾ നമുക്ക് വേണമെങ്കിൽ എടുത്തു പറയാൻ പറ്റും ഈ 2 വണ്ടികൾക്കായിട്ട്. ഇപ്പോഴത്തെ ക്രാഷ് ടെസ്റ്റ് നോംസിൽ ഇതൊക്കെ ഓൾമോസ്റ്റ് കമ്പൽസറി ആണെന്ന് തന്നെ പറയാം. കാരണം സൈഡ് ക്രാഷ് ടെസ്റ്റ് ഒക്കെ, അതായത് സൈഡ് പോൾ ടെസ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായും 6 എയർ ബാഗ്സ് നെസസറി ആണ്. അല്ലെങ്കിൽ അത് ചെയ്യാൻ തന്നെ അവർ പോകുന്നില്ല. പിന്നെ പണ്ടത്തെ ഈ ടിയാഗോ ഒക്കെ ക്രാഷ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഗ്ലോബൽ എൻക്യാപ്പിലാകെ ഫ്രണ്ട് ഓഫ്സെറ്റ് ബാരിയർ ക്രാഷ് ടെസ്റ്റ് മാത്രമേ ഒരു മെയിനായിട്ട് കൺസിഡർ ചെയ്യുള്ളായിരുന്നു. സൈഡൊക്കെ അവർ ജസ്റ്റ് ചെയ്ത് നോക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പോൾ ടെസ്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടൊന്നും അങ്ങനെ എടുക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 1 വർഷം മുമ്പാണ് അവർ ഈ സാധനങ്ങളൊക്കെ മാൻഡേറ്ററി ആക്കിയത്. ESC മാൻഡേറ്ററി ആക്കി. പിന്നെ ഈ പറയുന്ന 6 എയർ ബാഗ്സ് മാൻഡേറ്ററി ആക്കി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അഗെയിൻ 6 എയർ ബാഗ്സ് ഇല്ലാത്ത വണ്ടി അവർ ചെയ്യും. റേറ്റിംഗ് കുറച്ച് കുറവായിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ടാറ്റ ഇനി അവരുടെ പുതിയ വണ്ടികളിൽ ESCയും അതുപോലെ 6 എയർ ബാഗ്സ് തുടങ്ങിയ പുതിയ ഫീച്ചേഴ്സൊക്കെ കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സേഫ്റ്റി നമുക്ക് കൂടുതൽ കിട്ടും എന്ന് തീർച്ചയായും പറയാം. സേഫ്റ്റി കൂടുതൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും റേറ്റിംഗ് തീർച്ചയായും മുകളിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ കൊടുത്തുകൂടാ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, X0 പ്ലാറ്റ്ഫോമിലാണ് ടിയാഗോയും ടിഗോറും ബേസ് ചെയ്തിരിക്കുന്നത്. അതായത് ടാറ്റയുടെ ആദ്യം ഇറങ്ങിയ ഇൻഡിക്ക വിസ്റ്റയുടെ കാര്യമല്ല. വിസ്റ്റയുടെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ നെക്സോണൊക്കെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. അത് X1 പ്ലാറ്റ്ഫോമാണ്. ഈ X1 പ്ലാറ്റ്ഫോമിൽ ഇനിയിപ്പോൾ നമ്മുടെ കർവൊക്കെ വരാനിരിക്കുന്നുണ്ട്. എന്തായാലും അത് പോട്ടെ. X0 പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നമുക്ക് ആകെ ടിയാഗോയും ടിഗോറും മാത്രമേ വരുന്നുള്ളൂ. ഇൻഡിക്കയുടെ കാലത്തുള്ള പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പം തീർച്ചയായും ആ കാലത്ത് വണ്ടികളിലൊന്നും എയർ ബാഗ് പോലും അങ്ങനെ കോമൺ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം വെച്ച് ടാറ്റ ഇപ്പോൾ ഇത്രയും സേഫ് ആയിട്ടുള്ള വണ്ടികൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ അതിൻ്റെ അകത്ത് ഈ പറയുന്ന 6 എയർ ബാഗ്സ് ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരിനി പുതിയ ജനറേഷൻ ടിയാഗോ ടിഗോർ വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് 6 എയർ ബാഗ്സ് കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈവൻ നെക്സോണിൻ്റെ കേസൊക്കെ ആണെങ്കിൽ തന്നെ ആദ്യം നെക്സോൺ X1 പ്ലാറ്റ്ഫോം ആയിരുന്നു. അത് അവർ ഈ ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നതിന് ശേഷമാണ് അതിൻ്റെ അകത്തും 6 എയർ ബാഗ്സ് കൊടുത്തത്. ആദ്യം X1 പ്ലാറ്റ്ഫോമിലും 6 എയർ ബാഗ്സ് സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു എന്ന് പറയാം. പക്ഷേ അത് അവർ സ്ട്രക്ചറിലൊക്കെ ആവശ്യമുള്ള വ്യത്യാസങ്ങളൊക്കെ വരുത്തി 6 എയർ ബാഗ്സ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കൺവേർട്ട്
കൺവേർട്ട് ചെയ്തിട്ടാണ് നെക്സോൺ ഇപ്പോൾ ഇത്രയും സേഫ് ആക്കി മാറ്റിയത്. ഇതുപോലെ തന്നെ ഒന്നെങ്കിൽ അവർ ടിയാഗോയുടെയും ടിഗോറിൻ്റെയും പ്ലാറ്റ്ഫോം നേരെ നമ്മുടെ പഞ്ചിൻ്റെ എൽട്രോസിൻ്റെയും ആൽഫ പ്ലാറ്റ്ഫോമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ജനറേഷൻ അപ്ഡേറ്റിൽ ടാറ്റ ചെയ്യേണ്ടത് അതാണ്, X0 പ്ലാറ്റ്ഫോം മാറ്റിയിട്ട്. ഇനി അതല്ല അവർക്ക് കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ് വേണ്ടത് എങ്കിൽ ചിലപ്പം അവർ ഈ സെയിം X0 പ്ലാറ്റ്ഫോം തന്നെ വെച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് ഈ പറയുന്ന രീതിയിലുള്ള നമ്മൾ നെക്സോണിലൊക്കെ കണ്ടതുപോലെയുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി 6 എയർ ബാഗ്സ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും ആക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിലെന്തും സംഭവിക്കാം. ജസ്റ്റ് നെക്സോണൊക്കെ കണ്ട പോലെയുള്ള ഒരു മേജർ ഫേസ് ലിഫ്റ്റ് ആണ് അവർ ടിയാഗോയിലും ടിഗോറിലും ഉദ്ദേശിക്കുന്നതെങ്കിൽ മിക്കവാറും X0 തന്നെ ബേസ് ചെയ്തായിരിക്കും വരുന്നത്. ആൽഫ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ സാധ്യതയില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായം ആൽഫ പ്ലാറ്റ്ഫോമിലേക്ക് മാറുന്നതാണ് നല്ലത് എന്നാണ്. കാരണം അത് കുറച്ചും കൂടെ നല്ല പ്ലാറ്റ്ഫോമാണ്. വണ്ടിക്ക് വെയിറ്റ് കുറവായിരിക്കും, മാത്രമല്ല സേഫ്റ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആയിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ 6 എയർ ബാഗ്സ് ഒക്കെ എൽട്രോസ് ടാറ്റ ഇറക്കിയ സമയം പോലെ തന്നെ അതിൻ്റെ അകത്ത് പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അവർ അതൊക്കെ മനസ്സിൽ വെച്ച് തന്നെയാണ് എൽട്രോസിൻ്റെ ആൽഫ പ്ലാറ്റ്ഫോം ആദ്യം ഡിസൈൻ ചെയ്തത്. അതിൻ്റെ അകത്ത് എൽട്രോസ് ഇറക്കിയ സമയത്ത് അവർ 6 എയർ ബാഗ്സ് കൊടുത്തില്ല എന്നേ ഉള്ളൂ. പക്ഷേ ആ ഒരു സംഭവം അതിൻ്റെ അകത്ത് കേപ്പബിൾ ആയിരുന്നു ആ പ്ലാറ്റ്ഫോം. അതുപോലെ പഞ്ചിലും ഉണ്ടായിരുന്നു 6 എയർ ബാഗ്സിൻ്റെ സ്ലോട്ട്. അതൊക്കെ ഇപ്പോൾ നമുക്ക് പഞ്ച് EV ഒക്കെ വന്നപ്പോഴാണ് ടാറ്റ കൊടുക്കുന്നത്. ഇപ്പോഴും നോർമൽ പെട്രോൾ പഞ്ചിൽ നമുക്ക് 6 എയർ ബാഗ്സ് അവൈലബിൾ അല്ല. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ലാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഓപ്ഷൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ടിയാഗോ ടിഗോറിൻ്റെ പ്ലാറ്റ്ഫോം ആൽഫയിലേക്ക് മാറുകയാണെങ്കിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണത്. ടോട്ടൽ ഈവൻ ഡൈനാമിക്സിൻ്റെ സൈഡിലാണെങ്കിൽ പോലും കുറച്ചുകൊണ്ട് ബെറ്റർ ആവും എന്ന് പറയാം. മറ്റേ പ്ലാറ്റ്ഫോം X0ൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം അത്യാവശ്യം വെയിറ്റ് ഉള്ള പ്ലാറ്റ്ഫോമാണ്. രണ്ടാമത്തെ കാര്യം വളരെ പഴയ ടെക്നോളജി ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി 2016 ഇറങ്ങിയതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ 8 വർഷം ഓൾമോസ്റ്റ് ഈ വണ്ടിക്ക് പഴക്കമായിട്ടുണ്ട്. ഇതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ മേജറായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഈ വണ്ടികളിൽ വന്നിട്ടില്ല. ഫേസ് ലിഫ്റ്റ് വന്നായിരുന്നു 2020 അവർ അത്യാവശ്യം കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു വ്യത്യാസം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും പക്ഷേ റിയർ ഡിസൈനിനൊന്നും വലിയ വ്യത്യാസമില്ലായിരുന്നു. ജസ്റ്റ് ഫ്രണ്ടിൽ അത്യാവശ്യം ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു വ്യത്യാസം കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോൾ ഈ കണ്ട നെക്സോണിലുള്ള പോലത്തെ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ടിയാഗോ നെക്സോണിന് മുമ്പ് വന്നതാണ്. പക്ഷെ എന്നിട്ട് പോലും ടിയാഗോയ്ക്ക് മുമ്പ് അപ്ഡേറ്റ് നെക്സോണിന് കിട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം തീർച്ചയായും ടാറ്റയുടെ അടുത്ത പൈപ്പ് ലൈനിലുള്ള വണ്ടികൾ തന്നെയാണ് ടിയാഗോയുടെയും ടിഗോറിൻ്റെയും. ഒന്നെങ്കിൽ മേജർ ഫേസ് ലിഫ്റ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലത്തെ പുതിയ ജനറേഷൻ മോഡൽ. ഇത് ഞാൻ പറഞ്ഞല്ല, ടാറ്റ തന്നെ ഒഫീഷ്യലി ഈ അടുത്ത് ഓട്ടോകാർ പ്രൊഫഷണലുമായിട്ടുള്ള ഒരു പ്രസ് കോൺഫറൻസ് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതാണ് ഈ പറയുന്ന അവരുടെ വണ്ടികളുടെ റേഞ്ച് കംപ്ലീറ്റ്ലി 5 സ്റ്റാർ സേഫ്റ്റി റേറ്റഡ് ആക്കാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പുതിയ ടിഗോറിൻ്റെ ജനറേഷൻസ് വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഈ 6 എയർ ബാഗ്സ്, ESC തുടങ്ങിയ സാധനങ്ങളൊക്കെ കൊടുക്കാനും അവർ വിചാരിക്കുന്നുണ്ടെന്ന്. അത്ര ഉള്ള സംഭവം. അതാണ് ടാറ്റയുടെ ടിയാഗോയുടെയും ടിഗോറിൻ്റെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.